ശ്രീ എ രാജ. സാർ, മറയൂർ മേഖലയിൽ ഭൗമസൂചിക ലഭിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് മറയൂർ ശർക്കര. അപ്പോൾ ഒരു കാലത്ത് 5000 ഹെക്ടറിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഈ മറയൂർ ശർക്കര ഇപ്പോൾ 800 ഹെക്ടറായി ചുരുങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. സാർ, ഇത് പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഈ മറയൂർ ശർക്കര വ്യാജമായിട്ടുള്ള പേരിൽ ഇറക്കുമതി ചെയ്യുകയാണ്. ഇത് തടയിടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമം ആരംഭിക്കുമോ എന്നാണ് സാറിൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, കേരളത്തിൽ നമുക്ക് ഭൗമസൂചികാ പദവി ലഭ്യമായിട്ടുള്ള നിരവധിയായ ഇനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറയൂർ ശർക്കര എന്നുള്ളത്. മറ്റിടങ്ങളിൽ നിന്ന് വ്യാജമായി മറയൂർ ശർക്കര കേരളത്തിലേക്ക് എത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് അടിയന്തരമായ ഇടപെടൽ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഉൾപ്പെടെ സഹായത്തോടും സഹകരണത്തോടും കൂടി അത്തരം വ്യാജമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് തടയുന്ന നടപടി സ്വീകരിക്കുന്നതായിരിക്കും. കേരളത്തിൽ നിരവധിയായ ഇടങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ആലങ്ങാടൻ ശർക്കര ഇതേപോലെ വിപണിയിൽ വളരെ ഡിമാൻഡുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. പ്രാദേശികമായി ഇത്തരം നിരവധിയായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റുകളിലേക്ക് എത്തുന്നുണ്ട്. അത് കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ഇത്തരം ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങൾക്ക് കേരളാഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിം നൽകിയിട്ട് അത്തരത്തിൽ കേരളാഗ്രോ ഉൽപ്പന്നങ്ങളാക്കി അതിനിറക്കുന്നുണ്ട്. 14 ജില്ലകളിലും കേരളാഗ്രോയുടെ ബ്രാൻഡഡ് ഷോറൂമുകൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല ഡിമാൻഡുള്ളവയാണ് മറയൂർ ശർക്കരയും ആലങ്ങാടൻ ശർക്കരയും എന്നുള്ളത്. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കർഷകർക്ക് അതിൽ വലിയ മെച്ചമുണ്ടാകുന്നുണ്ട്. അവിടേക്ക് വ്യാജ ഉൽപ്പന്നങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള സാധ്യമാകുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും.